ഹായ്, ഇറ്റ്സ് മീ ആർ ആർട്ടിസ്റ്റ്. യൂട്യൂബിൽ പോയി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പെയിൻറ് പരമായിട്ടും ഡ്രോയിങ് പരമായിട്ടും കുറേ കണ്ടന്റുകളായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ടും എന്തെങ്കിലും ഡൗട്ട് പരമായിട്ട് എന്ത് കാര്യം എന്നോട് ഷെയർ ചെയ്യാം. എനിക്കും അറിയാത്തത് ഞാൻ വേറെ ആൾക്കോട് നിങ്ങളോട് ചോദിച്ച് ഷെയർ ചെയ്യാം. എല്ലാ സപ്പോർട്ടും നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് ഷെയർ പോവാം. ഹലോ, ഇറ്റ്സ് മീ ആർ ആർട്ടിസ്റ്റ്. ഒരു ലാൻഡ്സ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ആക്രോളിക് പെയിൻറ്റിങ്ങാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമിൻ്റെ 3 ബ്രഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. ഓൾമോസ്റ്റ് സ്കൈയും നമ്മൾ ആ വെള്ളവും ബ്ലൂവിൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചെടികളും മരങ്ങളും പച്ച നിറത്തിൽ തന്നെ ചെയ്യണം നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി റെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഷ് ഡിപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത്. പാലത്തിന് എന്തായാലും ബ്ലാക്ക് കൊടുക്കാനുള്ള പ്ലാന്. പാലത്തിൻ്റെ അടിയിൽ മറ്റേ വൈറ്റ് ഷെയ്ഡ് നമ്മൾ നൽകിയിട്ട് ബ്രഷ് വെച്ച് നൽകിയിട്ട് ഡിപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കും. പിന്നെ വെള്ളത്തെ റിഫ്ലക്ഷൻ നമ്മൾ അതിൻ്റെ സ്പെസിഫിക് രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാം വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, റിഫ്ലക്ഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് നമ്മുടെ ക്യാൻവാസ് ഏകദേശം ഫിനിഷിംഗ് പോയിന്റ് ആറായുണ്ട്. സ്കൈല മരങ്ങളെ ചില്ലകൾ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നത് മറ്റേ ഇലകൾ വരയ്ക്കാനുള്ള പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ ഓറഞ്ച് കളർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓറഞ്ച് യെല്ലോയും ഡാർക്ക് ഷെയ്ഡും വരുന്ന ഡിപ്പ് പോയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആ ബ്രഷ് വെച്ച് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ശിഖരങ്ങളെ പ്രോസസ്സ് ചെയ്തേക്കുക ബ്രഷ് വെച്ചിട്ട്. നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്തിരി നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്, വീഡിയോ അത്ര ലെങ്ത് ആയതുകൊണ്ടേ. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് കടന്നുണ്ട്. ക്യാൻവാസിൻ്റെ ഓരോ പിങ്ക് പോയിന്റ് വെച്ച് നമ്മൾ ഇലകൾക്ക് അവസാനം ഷെയ്ഡിങ് കൊടുക്കുന്നു. ഇപ്പോൾ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ, പാലത്തിൻ്റെ റിഫ്ലക്ഷൻ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ആ തൊട്ട് താഴെയുള്ള ഇലകളുടെ റിഫ്ലക്ഷൻ, മരത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഓൾമോസ്റ്റ് വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ ഓക്കെ ചെയ്ത് വൈറ്റ് ഷെയ്ഡിങ് കൊടുത്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെയിം ഇലകൾക്ക് നമ്മൾ വൈറ്റ് ഷെയ്ഡാണ് ലാസ്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടി, റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് ഡാർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ, ഏത് നിറം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാത്തിലും അതേ വൈറ്റാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്.